ഇന്നത്തെ നമ്മുടെ വ്ലോഗ് തുടങ്ങുന്നതിന് ഒരു ബർത്ത്ഡേൻ്റെ ഗ്ലിംസസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദീദിൻ്റെ ബർത്ത്ഡേ ആണ്, 23rd ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാക്കയും ദീദിയും പുറത്ത് പോയ സമയത്ത് അവരെ റൂമിൽ ഡെക്കോർ ചെയ്ത് വെച്ചതാണ്. കാക്ക ദീദിന് ഒരു നമ്പർ ഇറക്കി പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്, പുറത്ത് പോയി നമ്മൾ ഡിന്നറൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ നേരം കൊണ്ട് അവരുടെ റൂമിൽ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മളൊരു യെല്ലോ തീമാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റാണ് ആ 2 ബാഗ്. ബാക്കി സെറ്റ് ചെയ്തതെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കേക്കും നമ്മളൊരു യെല്ലോ തീമിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡെക്കോർ ചെയ്തതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ദീദി വന്നു, സർപ്രൈസായി. ആ വീഡിയോസൊന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ദീദി നേരെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഹാമ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു യെല്ലോ ഡ്രസ്സ് ഫുൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു യെല്ലോ തീമിക്ക് മാച്ച് ആക്കി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇനി ദീദി ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കാക്കൻ്റെ വൈഫാണ്. ഞാൻ പറയാറില്ല, ഇപ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, ദീദി എന്താ വീഡിയോസിലൊന്നും വരാത്തെന്നുള്ള. ഒന്നുമില്ല, ആൾ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ കുറച്ച് ഷൈ ആണ്, അതുകൊണ്ട് കുറച്ച് താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ദീദിൻ്റെ ആ ഒരു ഡിസിഷൻ റെസ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം കേക്ക് കട്ട് ചെയ്യുന്ന മാതിരി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കാക്കയും ദീദിയും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. ഇന്ന് ദീദിൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, അവരുടെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ. കഴിഞ്ഞ ഇതേ ദിവസമാണ് അവരുടെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് 2 പേരും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ നല്ല കുറച്ച് അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പരിപാടി. പിന്നെ ദീദിൻ്റെ ബർത്ത്ഡേ കേക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൈലാത്തയാണ്. പിന്നെ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നുണ്ട് ഡ്രീം കേക്ക് കഴിക്കാൻ കൊതിയാവണമെന്ന്. കാരണം കുറേ ആയിട്ട് ഡ്രീം കേക്ക് കഴിച്ചിട്ട്. പിന്നെ അതുമല്ല, ലൈലാത്താൻ്റെ ഡ്രീം കേക്കാണ് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. കാരണം ഭയങ്കര അടിപൊളി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലൈലാത്ത എന്താക്കി, കേക്കിൻ്റെ കൂടെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഡ്രീം കേക്കും കൊടുത്തയച്ച്. അതിപ്പോൾ ഒരേ നെട്ടാണ്, വേറെ എന്തേലും വേണോ? ഭയങ്കരമായിട്ടാണ് സാറ്റിസ്ഫൈഡ് ആയി, മാഷാല്ലാ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞാനും ഉമ്മ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മഴത്ത് ഇപ്പോൾ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മടിയാണെന്നറിയോ. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു മടിയോണ്ട് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ കാരണം എടുത്തോ പിടിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ഭയങ്കരക്ക് ഇറങ്ങല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടുകൊണ്ട് ഇറങ്ങും. ഇന്ന് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മാസ്ക് വെച്ച്. അങ്ങനെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുടയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ നടക്കണേ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഓട്ടോ കയറി നേരെ വീട്ടിൽ വന്ന് എൻ്റെ റൂം നോക്കിയപ്പോൾ എനിക്ക് സങ്കടമായിട്ടോ, ഭയങ്കരമായിട്ട് അലമ്പായിക്കണേ. ഒന്നാമത് ഇന്നലെ അവരെ റൂം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യൂക്ക് ട്രാൻസിഷനിലൂടെ റൂം സെറ്റ് ആക്കുന്നത് കാണാൻ വിചാരിച്ചു. പക്ഷെ ട്രാൻസിഷൻ്റെ ഭാഗ്യം എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ എന്നിട്ട് നേരെ പോയി കുളിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുളിച്ച് വന്നതിന് ശേഷം ഞാൻ വാസ്ലിൻ്റെ ലിബാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ലിബാം എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിബാം തീർന്നതുകൊണ്ട് മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴേന്ന് ഇങ്ങനെ എന്തോ ആവശ്യത്തിന് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ പോകുമെന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു വാസ്ലിൻ്റെ ലിബാം. പക്ഷെ അത് അടിപൊളി ആയില്ല. പിഗ്മെൻറ്റേഷൻ ഒന്നും പോകില്ല എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു എനിക്കതൊരു ബാഡായി തോന്നിയത്. അല്ലാതെ മോയ്സ്ചറൈസിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം അതാണ് ഇട്ട് കൊടുക്കുന്നത്, പുതിയ വാങ്ങിക്കോളാം. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ഡെർമാക്കോൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അങ്ങനെ വല്ലാതെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി എൻ്റെ സ്കിന്നൊന്ന് ഡ്രൈ ആവുന്നുണ്ട്, ഇപ്പോൾ മഴക്കാലം തണുപ്പെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ട്രാൻസിഷനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് മറന്നുപോയി. ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ റൂം ക്ലീൻ ചെയ്യാം. ആ ഒരു വലിയ കടലാസ് പെട്ടി കണ്ടോ, അതിലാണ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽസും ഞാൻ വെക്കുന്നത് കേട്ടോ. എനിക്ക് ഇനി കുറേ സംഭവത്തിന് ഓർഗനൈസേഴ്സ് മേടിക്കാനുണ്ട്. അപ്പം തൽക്കാലം നമുക്ക് അതിലൊക്കെ വെക്കാം. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മാസം കൂടി വീട്ടിലുണ്ടാവുള്ളൂ ഇൻഷാല്ല, ഞാൻ പിന്നെ ഹോസ്റ്റലിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ എന്താ ഏതാണെന്നൊന്നും നിങ്ങൾ ആരും കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കുക എന്നുള്ളത്. എന്തായാലും ഞാൻ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടുന്ന് വ്ളോഗ് വേണം, നിങ്ങൾ എവിടെ പോയാലും കുഴപ്പമില്ല, അവിടുന്ന് വ്ളോഗ് വേണമെന്നാണ് എല്ലാവരുടെയും പരാതി. ഇൻഷാല്ല വ്ളോഗൊക്കെ എടുക്കാൻ ട്രൈ ചെയ്യേണ്ടത്. പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല, ഇമ്മയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നോട് ഇങ്ങനെ ഇടയിൽ ചെറിയ പറഞ്ഞ് ചെയ്യാൻ പറയുന്നു. ഒരു സുമ്മ വീട്ടിലില്ലാത്തപ്പോൾ ഞാനും ദീദിയും കൂടി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാതൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഇമ്മ അവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്, എന്നോട് ഇവിടെ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പൂതി ബിരിയാണിയൊക്കെ ഒറ്റ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണമെന്ന്. കാരണം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പണ്ടൊന്നും എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. കാരണം എൻ്റെ മൈൻഡിൽ എന്താ കുക്കിംഗ് എന്താ പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ട്രെയിനിങ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം, കെട്ടിച്ചെടുത്തു പോലെ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ.
ബൈ ദ വേ ഇതിക്ക് കുറച്ച് മസാലയും പിന്നെ അതുപോലെ മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിക്കനും ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിംഗ് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ സൗദി പോയ സമയത്ത് ഞാനായിരുന്നു വീട്ടിൽ ഫുള്ള് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാനും കാക്കയും ഉമ്മമ്മയും പപ്പയായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ അത്യാവശ്യം നല്ലപോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസ് കത്തിക്കാൻ വരെ പേടിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കുക്കിംഗ്. അതിപ്പോൾ ഞാൻ പഠിച്ചെടുത്ത്. പിന്നെ അതുപോലെ എന്നെക്കൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ഇത്രയും കാലം ചെയ്തതൊക്കെ വെച്ചിട്ട്. അപ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ഇത്ര സിമ്പിളാക്കി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉമ്മൻ്റെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഈ പെട്ടെന്ന് ധൃതി പിടിച്ചുണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണോ? എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ട്. പെട്ടെന്ന് ധൃതിയിൽ പിടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഈ ബിരിയാണി എന്നില്ലാത്തൊരു ടേസ്റ്റ് ഇന്ന്. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദീദി കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഉപ്പ് കൂടിയിട്ടുണ്ട്. ദീദി ഉണ്ടാക്കിയാലും ഉപ്പ് കൂടി, ഞാൻ ഉണ്ടാക്കിയാലും ഉപ്പ് കൂടി. അങ്ങനെ ഉമ്മ ഞങ്ങൾ രണ്ടാളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരുടെയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ പൊരിച്ച് ഉച്ചക്ക് കാക്കയും ഉപ്പപ്പയും അവരെല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കങ്ങനെ വ്ളോഗിൽ പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഇല്ല. എന്തൊക്കെ അങ്ങനെ നടക്കുന്നു അതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഞാൻ ജസ്റ്റ് ക്ലിപ്പാക്കി വെക്കുന്നു എന്നല്ലാതെ പെർഫെക്റ്റ് ഒരു പ്ലാൻഡ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഒന്ന് എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് ഞാൻ പിന്നെയും പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ആ ഒരു ദിവസം ഞാൻ ഫുള്ളാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി. പിന്നെ രാത്രി ഒന്ന് നീച്ച് പിന്നെയും കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഒരു ആവശ്യമില്ലെങ്കിലും ആ ഒരു ജേർണൽ ഡയറി ഞാൻ എവിടേക്കൊക്കെ പോകണവർക്കൊക്കെ ഞാൻ കൊണ്ടെടുക്കാറുണ്ട്. വെള്ളം കൂടി അതിൻ്റെ ഇടയിലൊന്ന് മറന്നു, പക്ഷെ എന്നാലും കുടിക്കാറുണ്ട്. ഇന്ന് മോർണിംഗിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനും എന്നെ ഇളക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നിൽക്കാതെ ഇങ്ങനെ ഒരു ചാറ്റൽ മഴ ഉണ്ടല്ലോ. അപ്പോൾ ആ മഴയിൽ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു കേട്ടോ. ഇന്നലെ അത്യാവശ്യം ഉറങ്ങി തീർത്തതുകൊണ്ട് തന്നെ ഇന്ന് ഉറക്കവും ഇല്ല, നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയിട്ടുണ്ട്. ഇന്ന് മോർണിംഗിലേക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ നെയ്പ്പത്തലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉമ്മ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ചൊരു റെസിപ്പി ആട്ടോ. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് പൂരിയെന്ന് തോന്നും, പക്ഷേ അല്ല, നെയ്പ്പത്തലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതന്നെയാണ് ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇത് കറിയൊന്നും ഇല്ലാതെ വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് കുളത്തിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായി അനിയൻ കുളത്ത് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ആവട്ടെ വിചാരിച്ച് നിൽക്കേനു. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മുൻപ് ഞാനിങ്ങനെ കുളത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫോണ് വെള്ളത്തേക്ക് ഇറക്കാൻ പറ്റിയൊരു കവർ ഉണ്ട് എന്നുള്ളത്. കയ്യൊന്നും നോക്കണ്ട കേട്ടോ, മറ്റേ ചൊറിടിച്ചോര മാതിരി ആയിട്ടുണ്ട് മൈലാഞ്ചി പോകാൻ തുടങ്ങിയതിന് ശേഷം. അപ്പം ഇതാണ് ആ കവർ. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമുക്കിതേ ഫോൺ ഇട്ട് കൊടുക്കട്ടോ. എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു വെള്ളത്തേക്ക് ഇറക്കാന്ന് പറഞ്ഞപ്പോൾ വെള്ളം എത്ര ആവില്ല എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയിലും വെള്ളം ആവുമോ എന്നുള്ളത്. പക്ഷെ തീരെ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂല. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ടച്ച് ചെയ്യാനും പറ്റും. ടച്ചും വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് എവിടുന്ന് എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. കാരണം ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ലിങ്കോ വേറെ സംഭവങ്ങളോ ഒന്നുമില്ല. ഇതാണ് ആ കവർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മറന്നപ്പോൾ ഞാൻ അതിപ്പോൾ കാണിച്ചു തരികയാണ്. എൻ്റെ അനിയനാണെങ്കിൽ ഒരു കവർ കയ്യിൽ പിടിച്ച് അതിൽ അവൻ്റെ തോർത്തും ജാക്കറ്റും എന്തൊക്കെയോ ഇട്ടുകൊണ്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. മഴ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതാണ് കുളത്തേക്ക് പോകാനുള്ള നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. കാക്കാൻ്റെ ഒരു ടീഷർട്ടും പിന്നെ ഒരു ലൂസ് പലാസോ ആണ്. കാക്കാൻ്റെ ടീഷർട്ടുകളൊക്കെ മുക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. ഇപ്പോൾ തുടങ്ങിയ ഹോബിയല്ല, പണ്ട് മുതലുള്ള ഹോബിയാണ്. അപ്പോൾ അവന് കുറച്ച് ഇട്ടുകൊണ്ട് മാറ്റി വെച്ച ഡ്രസ്സസൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മൾട്ടി എടുക്കും. അങ്ങനെ മൾട്ടി എടുത്തൊരു ടീഷർട്ടാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇടുന്നത് ഞാൻ ഇപ്പോൾ ദേ കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. പിന്നെ സൗദിയിൽ നിന്ന് എന്നോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ലൂസ് പലാസോ പാൻറ്റും ഉണ്ട്. ഈ കുളത്തിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുളത്തേക്ക് പോയത് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ എവിടെ ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. പക്ഷേ ഇത്രയും നല്ലൊരു ഉഷാറ് കുളം, ഇങ്ങനൊരു വലിയ കുളം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ എന്നെ ഇപ്പോഴത്താണ് അറിഞ്ഞത്. ഇപ്പം നല്ല കാർമേഘം മൂടിയിട്ടുണ്ട്. ഇത് മോർണിംഗ് ആണെന്ന് കണ്ടാൽ പറയൂല കേട്ടോ. മഴ കുറച്ചൊന്ന് കുറഞ്ഞ സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ കുളം. പണ്ട് ഇത്ര വൃത്തിയൊന്നും ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പഞ്ചായത്തേര് അതിന് നല്ല മതിലൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, കരിങ്കല്ലൊക്കെ വെച്ച്. ആൻഡ് ഭയങ്കര ക്ലീൻ വാട്ടർ ആട്ടോ. നമുക്ക് താഴെ വരെ കാണപ്പോൾ കണ്ടോ, അതിൻ്റെ ഇടയിലുള്ള പായലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ പോലെ നീന്താൻ അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അത്യാവശ്യം വലിയ ആഴെന്നൊന്നും പറയാനില്ല, നല്ല കുഴപ്പമില്ല. ടൈം കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മീനൊക്കെ പോകുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടിട്ട്. കുറേ ചെറിയ ചെറിയ മീനുകളുണ്ട്. ഇപ്പോൾ ഇമ്മ നിൽക്കുന്നതിൻ്റെ അവിടെ കണ്ടോ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ആഴമാണ്.
എനിക്ക് മാത്രമേ നീന്താൻ അറിയത്തുള്ളൂ. കാരണം എൻ്റെ അനിയനും ചെറുതായിട്ട് നീന്തും, ദീദിയും ചെറുതായിട്ട് നീന്തും. പിന്നെ ഉമ്മയും കാക്കയും എല്ലാവരും നീന്തുന്നവരുമാണ്. എനിക്ക് എന്തോ നീന്തൽ പഠിക്കാനും തോന്നില്ല. ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങിയിരിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്നെ ശ്രമിക്കും നീന്താനെങ്കിൽ. എനിക്ക് അതിനും വയ്യട്ടെ, എനിക്ക് അതിനും മടിയാണ്. അപ്പോൾ എൻ്റെ അനിയന് ഇതേ ഇങ്ങനെ ചെറുതായിട്ട് നീന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പോലത്തെ താത്തമാരും പിന്നെ അതുപോലെ കുട്ടികളൊക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരാറ് ഇങ്ങോട്ടുള്ളത് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഉണ്ടാവാറില്ല കേട്ടോ. 1-2 താത്താർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും എന്നല്ലാതെ. ഇപ്പോൾ നമുക്ക് കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങാനും മടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇറങ്ങി. ആൻഡ് അവിടുന്ന് എൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാളും ഇങ്ങോട്ട് വന്നൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള ഓൾമോസ്റ്റ് എസെൻഷ്യൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൻ അതൊക്കെ ആയിട്ടാണ് വരല് കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഓനെ നീന്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആയുള്ള ഭാഗത്തേക്ക്. ഓനക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ ഭയങ്കര തോരയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി കേട്ടോ. അപ്പോൾ കാക്കയും ദീദിയൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ 3 പേരെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച മാതിരി ഒന്നും എനിക്ക് അന്ന് പോയ നേരത്തെ പോലത്തെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും കിട്ടില്ല. ഒന്നാമത് ഞാൻ കുറേ ആൾക്കാരിലുണ്ട് എനിക്കൊരു മടിയുണ്ട്. എനിക്ക് എന്തൊക്കെ രീതിയിൽ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ ഈ മുങ്ങിയതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയില്ല കേട്ടോ. വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ പെയ്തതുകൊണ്ട് അത്യാവശ്യം വെള്ളം കൂടിയിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു വെള്ളം. ആൻഡ് ഇതേ നല്ലപോലെ മഴയും പെയ്ത് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ രസമാണല്ലോ. അങ്ങനെ കുറച്ച് നേരം ആ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഇങ്ങനെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെയും കുറേ ആൾക്കാർ വരുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂട്ടർ പോകുമ്പോഴേക്കും കുറച്ച് കൂട്ടർ വരും. അപ്പോൾ എൻ്റെ അനിയൻ്റെ തോർത്തും മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ വെള്ളത്തിൽ കുറേ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നീന്താൻ വേണ്ടി നോക്കും. പിന്നെയും ഒന്ന് വെള്ളത്തിൽ മുങ്ങും. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി. പിന്നെ ഉമ്മയും ഓരോ കായുള്ള അപ്പുറത്തെ സൈഡിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ വരമ്പുമ്പോൾ കൂടെ ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഒന്നാമത് എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ഹൈറ്റ് ഓവർകം ചെയ്യുന്നുണ്ട് ആ ഒരു പേടി. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അനിയുണ്ട് കൂളായിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകണം. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഷൈ കൂടെ പോയാൽ മതിയേനെ, ഞാൻ ഇപ്പം എന്തിനാ ഇതിൽ കൂടെ കഷ്ടപ്പെട്ട് വരുന്നു വിചാരിച്ച് ഞാൻ ക്യാമറയ്ക്ക് മാത്രം നോക്കിയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. താഴത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ മറ്റേ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സൈഡിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കുളത്തത്തെ വെള്ളം പിന്നെ വേറെ സൈഡിൽ കൂടെ വരുന്ന വെള്ളമൊക്കെ. അപ്പോൾ വേറെ ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇടയ്ക്കൊന്നിങ്ങനെ ബ്ലറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ ഞാൻ ഇപ്പോൾ അടുത്താണ് അറിയണത്. അപ്പോൾ എന്തെന്ത് ഈ കുളം എങ്ങനെ വെച്ചാൽ കുറേ ഉള്ളിലേക്ക് താഴോട്ട് പോയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ പഞ്ചായത്തേരെ ഏറ്റെടുത്ത് അത് ഭയങ്കരമായിട്ട് അടിപൊളിയാക്കിയതാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളതാണെങ്കിലും ഞാൻ ഇതിപ്പോഴേ അറിയുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് നീന്താനൊന്നും അറിയില്ല, വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. ഈ ഒരു കുളത്തിൻ്റെ എന്താ വെച്ചാൽ കുറേ ഉള്ളിലേക്കുള്ളൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ വക്കത്തൊന്നുമില്ല. അപ്പം നമുക്ക് ഈ റോഡിലൂടെ ആൾക്കാർ പോകുമ്പോൾ കാണുമെന്നുള്ള ആ ഒരു പേടിയൊന്നുമില്ല. എനിക്കിങ്ങനെ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കങ്ങനെ ചാടാൻ അധികം ദൂരത്തേക്കൊന്നും പോയില്ല. ആ തിണ്ടിൻ്റെ അവിടെ തന്നെ ആയിരിക്കും ഞാൻ ചാടുന്നത്. അങ്ങനെ നേരെ വീട്ടിലെത്തി കുളിച്ച് മാറ്റി. തലേ ദിവസം രാത്രി കാക്ക പുറത്തു പോയ സമയത്ത് സൈൻലബാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴാണ് കാണുന്നത്. നമ്മളിപ്പോൾ എടുത്ത് കഴിച്ചിട്ടോ, ചോറുന്നാൻ വേണ്ടി വന്നിരുന്നതായിരുന്നു. കുറേ ദിവസമായി സൈൻലബാൻ കഴിക്കുന്നു വിചാരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് അവസാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല എന്നാ ഷുഗർ കട്ട് വിചാരിക്കുന്നത് അന്നായിരിക്കും ഈ സൈൻലബാനും ആവശ്യമില്ലാത്ത എല്ലാ ഷുഗർ ഐറ്റംസും ഒപ്പം വരുന്നത് കേട്ടോ. അങ്ങനെ തൽക്കാലം അത് കഴിച്ചു. പിന്നെ നേരെ പോയി ഒരൊറ്റ കിടത്തങ്ങോട്ട് കിടന്ന്.